എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പുകഞ്ഞോണ്ടിരിക്കുവായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ഓർത്തത്, ഇല്ലെങ്കിൽ കണ്ടിട്ട് അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. കാരണം ഞാൻ പുകയുമല്ല ഗൈസ്. ഇത് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇതാണ് നമ്മുടെ പറമ്പിന്റെ അവസ്ഥ ഗൈസ്. നമ്മൾ അന്ന് മരുന്നടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട അമ്മ ഒറ്റക്ക് നിന്ന് കത്തിച്ചാണ് ഗൈസ് ഇത്. അമ്മ ഞാൻ അവിടെ വീടൊക്കെ വൃത്തിയാക്കാം, ഞാൻ കാണിച്ചു തരാം. അപ്പൊ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോ അമ്മ ജസ്റ്റ് വന്ന് ഒരു ശാലം ആ പൊക്കത്ത് ഞങ്ങള് ഈ പേപ്പറും ഇങ്ങനെ കുറെ തുണി ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു, അത് കത്തിച്ചപ്പോ അമ്മ അതിൽ നിന്നൊരു കോല എടുത്തോണ്ട് വന്ന് ഗൈസ് അങ്ങോട്ട് ഇട്ടതാണ്. പിന്നെ ഒന്നും അറിഞ്ഞില്ല, എല്ലാം അയ്യോ പുകണ്ടോ കത്തി പിടിച്ചില്ല. ഉണങ്ങി ഉച്ച സമയത്താണ് അമ്മ കൊണ്ട് തീയിട്ടത്, അത് നല്ല വെയിലുള്ള സമയത്ത് കേറി പിടിച്ച് വാഴയൊക്കെ നിന്ന് കത്തിപ്പോയി ഗൈസ്. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കത്തിച്ച വാഴയാണ്. അവിടെ വേറെ വാഴയൊക്കെ നിന്ന് കത്തി. എന്ത് ചെയ്ത് മഞ്ഞളൊക്കെ അമ്മ ചുട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ അടി വല്ല കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെടുത്ത് കഴിക്കാൻ വേണമെങ്കിൽ. അമ്മ അത്രക്ക് കത്തിച്ച് ഇത് ഇവിടെ നിറച്ചത്. ഇവിടെ എന്റെ പൊന്ന് ഗൈസ് ഇവിടെ കാണണമായിരുന്നു. ഇവിടെ ഇങ്ങനെ കീറി വരുമായിരുന്നു തീ. വേണ്ട ചുട്ട വാഴ നോക്ക്, വാഴനെ വാട്ടി വെച്ചേക്കും അമ്മ. ഇന്ന് ഇതിൽ ചോറിട്ട് പൊതിഞ്ഞോണ്ട് വല്ലതും പോയാ മതി. ഇത് കണ്ടോ, ഈ എല്ലാം ഒന്നാന്തരമായിട്ട് വാട്ടിയിട്ടുണ്ട്. നമുക്കാണിത് എടുക്കാം, വേണമെങ്കിൽ എടുക്കാം. എല്ലാ വാഴയും വാട്ടിയിട്ടുണ്ടാവും, ചോറെടുക്കാനൊക്കെ സിമ്പിളായി, ഇനി വാട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ വാഴയൊക്കെ നമ്മൾ കത്തിച്ചളഞ്ഞ എന്നാന്ന് വെച്ചാൽ ഇത് അറിഞ്ഞുകൊണ്ട് കത്തിച്ചല്ല, ശരിക്കും പറയുന്നത് എല്ലാം പൂത്തുന്നു കായ്ച്ച വാഴയാണ്. അപ്പൊ ഇനി ഇത് കൊലക്കൂല. ചെല്ലി ഉണ്ടായിരുന്നു, ചെല്ലി മൊത്തം കൊളായി ഒരു വാഴയായിരുന്നു. നമുക്ക് ഇനി വെക്കുമ്പോ ഓരോ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് നമ്മൾ വെച്ചോണ്ട് ഇത് ഒരുമാതിരി ഓരോന്നാണ് വെച്ചത് ഇവിടെ, പക്ഷെ കാടായി പോയത്. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്ക് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ അടക്ക് എല്ലാം കൊത്തണ സാധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇങ്ങോട്ട് തന്നെ എന്റെ അമ്മ കാണിച്ചു വെച്ച പരിപാടി അങ്ങ് കേറി പിടിച്ച് ഇത് ഒന്നാമത് ഉണങ്ങിയിരിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേപ്പൊക്കെ പോയിട്ട് അമ്മയുടെ വേപ്പൊക്കെ ഉണങ്ങിപ്പോയി ഗൈസ്. അപ്പൊ അത് ഇവിടെ മൊത്തം ഉണങ്ങിയ കാരണം മൊത്തത്തിൽ കത്തിപ്പോയി. ഇങ്ങോട്ട് വാ, ചെട്ടിയാമ്പലൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ചാർക്കോളായിട്ട് എടുക്കാൻ വേണമെങ്കിൽ കണ്ടോ. ഇത് കയ്യിൽ നിന്ന് പോകും. ഇനി ഇത് കണ്ടോ, ഇവിടെ ഒന്നും ഇല്ല. പിന്നെ പുല്ലിതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കത്തിച്ചത്. നമ്മുടെ അച്ഛനാണെങ്കിൽ കൃഷിക്കാരൻ വീണ്ടും നമുക്ക് പണി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളെ പണി എടുപ്പിക്കുന്നതാണെന്നും പറഞ്ഞ് ആരും ഒന്നും പറയരുത്, സ്വന്തമായി ചെയ്യുന്ന പണിയാണ്. ദേവി എന്നൊന്നും കുറ്റം പറയരുത്. അപ്പൊ ഞങ്ങളും കൂടി. അപ്പൊ ആദ്യമേ അച്ഛനാണ് അത് തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ ഞാനും ദേവി അവിടെ കാണിക്കുന്നുണ്ടോ, അമ്മ ചേട്ടായി ഞാൻ എല്ലാരും കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോ നമുക്ക് അങ്ങോട്ട് പോകാം കഴിച്ചു. ഇത് ഇവിടെ ആണെങ്കിൽ അത് പോയിട്ട് കാണിക്കാം. എന്റെ അച്ഛ കൃഷിക്കാരൻ, അച്ഛനെ വിളിക്കുന്നില്ല, കൃഷിക്കാരൻ ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ. അവിടെ കാണിക്കാം. അച്ഛക്ക് എന്താ അച്ഛൻ ഇവിടെ നമുക്ക് ചെടി വെക്കാനാണ്. പക്ഷേ ഞാനേ വേറെ കാര്യം ഞാൻ കാണിച്ചത്, ഇങ്ങോട്ട് മതി. അച്ഛൻ അമ്മ പറഞ്ഞേ ഈ സാധനം ഇല്ലേ, ഇത് ഇരിക്കാൻ എടുക്കാന്ന്, എനിക്ക് എടുത്തു തരാൻ. നമുക്ക് അങ്ങനെ ഇടാട്ടോ. ഇത് നമ്മുടെ ഇതിന്റെ പേരിലായിരുന്നു ഒരലി. ഇത് നിങ്ങൾക്ക് ആർക്ക് എത്ര പേർക്ക് അറിയാമെന്ന് കമന്റ് ചെയ്യുക. എനിക്കൊക്കെ ഒരലിനാണ് പേരെന്നൊന്നും അറിയില്ലായിരുന്നു. അത് ഈ അരിയൊക്കെ അരക്കണ സാധനമാണ് ഗൈസ്. അരി മുളകൊക്കെ പൊടിക്കണതാണ്. പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പരിക്കുകളൊന്നും ഇല്ല അതിന്, ഉപയോഗിക്കാൻ പറ്റിയല്ല. പക്ഷേ കാരണം ഇവിടെ പുറത്തൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇച്ചിരി മണ്ണിട്ട് ലെവലാക്കണം. കാരണം ഇവിടെ നമ്മൾ നിറച്ച് കുപ്പിച്ചില്ലായിരുന്നു. അപ്പം എല്ലാ കുപ്പിച്ചിലും കൊണ്ട് ഇവിടെ ഇടുക. എന്നിട്ടാണെങ്കിൽ ഇവിടെ മറ്റേ എലി കുത്തി ഗൈസ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലീൻ ആക്കാനുള്ള ഒരു പണി തന്നെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് അടുത്ത വർഷം മുന്നേ ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞു ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ വീടും കൂടി നന്നാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും വേറെ സുഖരോട് കാണിച്ചത് ഗൈസ്. ഞാൻ അടുത്തൊരു സംഭവം കാണിക്കാന്ന് പറഞ്ഞത് ഇതാണ് ഗൈസ്. നമ്മുടെ ഈ സ്ഥലം ഞാൻ ജസ്റ്റ് ഒരു രീതിയിൽ ഇവിടെ കുറെ ചെടി അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചു. കാരണം കുറെ അവിടെ ഇരുന്നിട്ട് ഈ ചെടിയുടെ ഭംഗിയൊന്നും അവിടെ എല്ലാത്തിൻ്റെയും കൂടി ഇടയ്ക്ക് ഇരുന്നിട്ട് കാണാൻ മേലായിരുന്നു. അപ്പൊ ഞാൻ കുറെ ചെടി ചെയ്ത് കണ്ടോ ഇതിന്റെ അടിയിൽ കൊണ്ട് വെച്ചു. അപ്പൊ ഈ ടാങ്കും
ഇതിന്റെ പൊക്കത്തിരിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മളെടുത്ത് മാറ്റുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അതിന് മുന്നേ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒരു ദിവസം വീഡിയോ ഇടാം. അപ്പൊ അത് ഇന്ന് തന്നെ ക്ലീൻ ആക്കാനായിട്ടുള്ള പരിപാടിയാണ് ഞങ്ങള്. അപ്പൊ ഇനി അങ്ങോട്ട് ക്ലീൻ ആക്കണം. ഇവിടെയൊക്കെ നിങ്ങളിപ്പോ നോക്കണ്ട, കാരണം മൊത്തത്തിൽ കണ്ണിന് പിടിക്കില്ലാത്ത രീതിയിലാണ് ഗൈസ്. അവിടെ മൊത്തം ഏത് 850 രൂപയായിരുന്നു. ഗൈസ് ആ സാധനം നമ്മളിങ്ങനെ മാന്തി പറിക്കേണ്ട സാധനം ഞാൻ കാണിച്ചു. ആ വീഡിയോ ഇട്ടായിരുന്നോ? അത് ഇട്ടായിരുന്നോ എനിക്ക് ഡൗട്ടുണ്ട്. അമ്മ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുന്ന ഒരു വീഡിയോ. അത് അമ്മ ആയിട്ട് കരയണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇട്ടെന്നാണോ തോന്നുന്നത്. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക, ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പൊ ആ സാധനം അങ്ങനെ കാണിച്ചു. ഈ സാധനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ വീഡിയോയിൽ കാണിച്ച ഇത്രയും നീട്ടമുള്ള ഒരു സാധനത്തെ പിടിച്ചിട്ട് വലിക്കുമ്പോൾ ഉള്ളവണ്ട പുല്ലെല്ലാം പറഞ്ഞു എന്നാണ്. പക്ഷെ ഞങ്ങൾ വലിച്ചിട്ടത് കുറെയൊക്കെ വളഞ്ഞു പോയി. പക്ഷെ ഒരു കുറ്റം പറയാതിരിക്കാൻ പറ്റൂല. അവരങ്ങനത്തെ രീതിയിലാണ് കാണിച്ചത്. ഇത്രയും നീട്ടമുള്ള സാധനം അവരിത് ഇത്രയും വെച്ചാണ് ഞങ്ങൾക്ക് തന്നത്. അതിൻ്റെതായ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അവർക്കൊരു ഇതായാലോ എന്ന് ഓർത്താണ്. ഇപ്പൊ ഒന്ന് നോക്കണം, എനിക്ക് അറിയില്ല ഇട്ടിട്ടുണ്ടോന്ന്. പണി നടക്കും, ഇത് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ അച്ഛത് ഇവിടെ വെൽഡ് ചെയ്തൊരു പൈപ്പ് അങ്ങ് പിടിപ്പിച്ചു. അപ്പോ വെൽഡ് ചെയ്യാനിനി പുല്ല് വലിച്ചെടുക്കാൻ എളുപ്പമാണ് ഇനി. അപ്പൊ ഇപ്പൊ ഞങ്ങള് ചാരം അവിടെ അമ്മ കത്തിച്ചിട്ട് ഈ സാധനം പിടിച്ചാണ് അമ്മ അവിടെ വലിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ പുകയും പാടവും കൂടി നോക്കി പ്രകൃതി ഭംഗി. അവിടെ കുറെ പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. എന്നാ അമ്മ കൊണ്ടുവെക്കോ, അമ്മയുടെ ആയുധമാണത്. അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ നമ്മൾ ഇതിൻ്റെയും തെറ്റിപ്പോയി. ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെയും കൂടി കുറച്ച് ചെടി വെക്കും കേട്ടോ. അമ്മ ഇവിടെയും കുറച്ച് കുഞ്ഞു ചെടികൾ ഞാൻ ഇവിടെ വെക്കുന്നതായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ടൈലിട്ടായിരുന്നു. അപ്പൊ ടൈലിട്ടതിന്റെ ഒരു വീഡിയോ നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് ഒരു ദിവസം ഇടാം. അപ്പൊ ടൈലിട്ടപ്പോൾ കുറേ ടൈല് ബാക്കി വന്നു. അപ്പൊ അതിന്ന് കുറച്ച് ടൈലെടുത്ത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് കുറേ മണ്ണും വാതിക്ക് ഈ സാധനം കുറേ കിടപ്പുണ്ട് കേട്ടോ ചരല്. അപ്പൊ അത് മൊത്തം കൂടി ഞാൻ വാരിപ്പെറുക്കി ഇവിടെ കൊണ്ടുപോയിട്ടു. അപ്പൊ അച്ഛൻ പറഞ്ഞു നല്ലതാണ്, നമുക്ക് ഈ പുറകു വശം മൊത്തം അങ്ങനെ ഇടാന്ന് പറഞ്ഞു. അത്രയും മണ്ണുണ്ടോന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിക്ക് ഇനി ഇടാന്ന് വിചാരിച്ചു. അപ്പോ എന്തായാലും ഇതൊക്കെ കാണിക്കാനാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മ ആ പറമ്പ് കത്തിച്ച് കാണിക്കാനാണ് വന്നത്. അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയൊക്കെ ആയിട്ട് വന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനോർത്ത് അമ്മ വീട് കത്തിക്കുന്നു. അപ്പോൾ എന്തായാലും അത് കാണിക്കാൻ വന്ന് ഞാൻ ഇതും കാണിച്ചു. അപ്പൊ ഇത് മൊത്തം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒരു ദിവസം ഇടാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചിരിക്കുക.